ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ കോമിക് പാരീസ്. അപ്പോൾ ഗൈസ്, ഇന്നലെ നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ സെക്കൻഡ് ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു ട്രെയിലറിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോട്ട് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, അതുപോലെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ട്രെയിലറിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് നമ്മുടെ ഹോക്കിൻസിലെ ലൈബ്രറി ആണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് ആക്ച്വലി അപ്സൈഡ് ഡൗണിലുള്ള ആ ഒരു ഹോക്കിൻസ് ലൈബ്രറി ആണ്. അപ്പോൾ നമ്മൾ ആ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം ആ ഒരു ലൈബ്രറിയുടെ കൂട്ട് തന്നെയാണ് ഈ ഒരു ബിൽഡിംഗ് എന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഹോക്കിൻസിൻ്റെ ലൈബ്രറി ആണെങ്കിൽ ഈ ഒരു സീസണിൻ്റെ അകത്തൊരു കീ ഫാക്ടർ ആണെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൻ്റെ എൻഡിങ്ങിൽ നമ്മൾ നോക്കുകയാണ് ഈ അപ്സൈഡ് ഡൗണിലേക്കുള്ള ഒരു റിഫ്റ്റ് ആണെങ്കിൽ ഓപ്പണായി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ചെന്നിട്ട് കൺവേർജ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹോക്കിൻസ് ലൈബ്രറിയിൽ ചെന്നിട്ടാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് കഴിഞ്ഞ സീസണിൻ്റെ എൻഡിങ്ങിൽ കണ്ടപ്പം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ മെയിൻ ഒരു കീ ഫാക്ടർ തന്നെയായിരിക്കും ഈ ഹോക്കിൻസിൻ്റെ ഈ ഒരു ലൈബ്രറി നമ്മുടെ സീസൺ 5. അതുപോലെ തന്നെ നമ്മൾ ക്ലോസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു ലൈബ്രറിയുടെ 4 സൈഡിലും ഈ ഒരു ഗവൺമെൻറ് ആണെങ്കിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് ക്ലോസ് ആയിട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ലൈബ്രറിയുടെ ലൊക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഓൾറെഡി തന്നെ ചൂസ് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അതിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് വെഗ്നയുടെ ഒരു ചെറിയ ഷൂട്ട്, അതുപോലെ തന്നെ ആ ഒരു ഡെമോഗോർഗൻസിനെയൊക്കെ തന്നെ കാണാനും പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ വെഗ്നേനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ വെഗ്നയാണെങ്കിൽ നമ്മൾ ഈ സീസൺ 4-നകത്ത് വന്നിട്ടുണ്ടായിരുന്ന ഒരു സെയിം ലുക്കിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതല്ലാതെ സീസൺ 5-ലുള്ള ഒരു അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ലുക്കിലല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സീക്വൻസ് ആണെങ്കിൽ മേ ബി ഒരു ഫ്ലാഷ് ബാക്ക് സീക്വൻസ് ആവാനായിട്ടാണ് ചാൻസ് കൂടുതൽ. അതായത് സീസൺ 5-ൽ വരുന്നൊരു പ്ലോട്ടിലുള്ള ഒരു ഭാഗമായിരിക്കത്തില്ല. സീസൺ 1-ൻ്റെ പ്ലോട്ടിൽ വരുന്നൊരു ഭാഗം തന്നെയായിരിക്കും ഇത്. ആ ഒരു കാര്യം ഞാൻ പറയാൻ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ക്ലോസ് ആയിട്ടൊന്ന് നോക്കുകയാണെങ്കിൽ ആ സീനിൻ്റെ അകത്ത് നമ്മുടെ ഒരു വെഗ്നയുടെ ഷോട്ട് കാണിക്കുമ്പോൾ, ബാക്കിലോട്ടുള്ള ഷോട്ട് കാണിക്കുമ്പോൾ അവിടെ നമുക്കൊരു മനുഷ്യൻ ഇങ്ങനെ തറയിൽ കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടുതലും ആരാവാനായിട്ടാ ചാൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വില്ലാവാനായിട്ട് തന്നെയാണ് ചാൻസ് കൂടുതലും. അപ്പം നമുക്ക് സീസൺ 5-ലൂടെ എന്തിനാണ് വെഗ്ന ആണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ വില്ലിനെ ചൂസ് ചെയ്ത അപ്സൈഡ് ഡൗണിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളൊരു കാര്യത്തിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് ഒരു റീസൺ നമുക്ക് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ സീസൺ 1-ൽ തന്നെ നമ്മുടെ ജോയ്സും അതുപോലെ തന്നെ ഹോപ്പറും കൂടെ നമ്മുടെ വില്ലിനെ തപ്പി അപ്സൈഡ് ഡൗണിലേക്ക് വരുമ്പോൾ തന്നെ അവിടെ വില്ല് ഓൾറെഡി ആണെങ്കിൽ വെഗ്നയുടെ ട്രാപ്പിൽ ഇങ്ങനെ പെട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സീസണിൻ്റെ അകത്താണെങ്കിൽ ആ ഒരു തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റിയേക്കാം അതിൻ്റെ ഒരു ഇടയ്ക്കുള്ള, അതായത് ഈ വെഗ്നയാണെങ്കിൽ അഥവാ വെഗ്നയാണെങ്കിൽ നമ്മുടെ വില്ലിനെ പിടിച്ചുകൊണ്ട് വരുന്ന ആ ഒരു സമയത്തിനും വില്ലിനെ ട്രാപ്പിലാക്കുന്ന ആ ഒരു സമയത്തിനും ഇടയ്ക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഡെസ്റ്റിനെയാണ്. അപ്പോൾ ഡെസ്റ്റിനി അവിടെ ആ ഒരു ഹെൽഫയർ ക്ലബിൻ്റെ ആ ഒരു ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം സ്കൂളിലേക്ക് വരുന്ന ഒരു ഷോട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ഷോട്ടിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ സൈഡിലായിട്ട് ആർമി ഓഫീസേഴ്സിനെ കാണാനായിട്ട് സാധിക്കും. അത് വേറൊന്നും കൊണ്ട് തന്നെയല്ല, ഈ ഒരു എൻ്റയർ ഹോക്കിൻസ് ടൗൺ മൊത്തത്തിൽ തന്നെ ഒരു ക്വാറന്റൈനിലായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ അതിൽ തന്നെ ഈ ഒരു ഷോട്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡസ്റ്റിൻ്റെ മുഖത്താണെങ്കിൽ കുറച്ച് ചോര ഇടികൊണ്ട പാടുമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി എനിക്ക് തോന്നുന്നത് സ്കൂളിൽ വെച്ചിട്ട് ആരെങ്കിലും തമ്മിൽ ഫൈറ്റ്, ഡസ്റ്റിന് വേറെ ആരെങ്കിലും തമ്മിൽ എന്തെങ്കിലും ഫൈറ്റോ കാര്യങ്ങളോ നടന്നേക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫൈറ്റ് ഉണ്ടാവാനായിട്ടുള്ള മെയിൻ റീസണും എഡ്ഡിയെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഷോട്ടും എനിക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്താണെങ്കിൽ നമ്മുടെ എല്ലാണെങ്കിൽ കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതായത് ആ ഒരു ആൾക്കാരെ തള്ളാനും മാത്രമൊക്കെ വേണ്ടിയിട്ട് പവർ ഉപയോഗിക്കാതെ ഇങ്ങനെ ആ ഒരു പറക്കാനൊക്കെ ആയിട്ട് പവർ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് ട്രെയിലറിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു അതുപോലെ തന്നെ വേറൊരു കീ ഫാക്ടർ എന്ന് പറയുമ്പോൾ അവിടെ ആ പവേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലിന് മൂക്കിൽ നിന്ന് ചോരയോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒക്കെ എല്ലാം ഓവർകം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ആ എല്ലിൻ്റെ ആ ഒരു ഷോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്സൈഡ് ഡൗണിലാണ് നടക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ നമ്മുടെ 11 ആണെങ്കിൽ ഒരു വലിയ ഫെൻസ് ഇങ്ങനെ ചാടുന്നതായിട്ടാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫെൻസിൻ്റെ അപ്പുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ആർമിയുടെ ബേസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നോട്ട് ഓൺലി ഇൻ ദ റിയൽ വേൾഡിലല്ലാതെ നമ്മുടെ ഈ അപ്സൈഡ് ഡൗണിൽ വന്നിട്ടും നമ്മുടെ ഈ മിലിറ്ററിക്കാർ വന്നിട്ട് അപ്സൈഡ് ഡൗണിൻ്റെ ആ ഒരു ഹോക്കിൻസ് ലൈബ്രറിയുടെ ഫ്രണ്ടിലായിട്ടാണെങ്കിൽ ഒരു ബേസ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. റിയൽ ലൈഫിലെ പോലെ തന്നെ ഈ റിയൽ വേൾഡിലെ പോലെ തന്നെ അപ്സൈഡ് ഡൗണിൽ വന്നിട്ട് ഒരു ബേസ് തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ സീസൺ 4-ൻ്റെ എൻഡിങ്ങിൽ അത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചതിന് ശേഷം ഗവൺമെൻറ് അവിടുത്തെ ഈ ഹോക്കിൻസിലെ ആൾക്കാരുടെ അടുത്തൊക്കെ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളൊരു കാര്യം നമ്മുടെ മൈൻഡിൽ വരും. അപ്പോൾ അതിനുള്ള ഒരു ആൻസർ നമുക്ക് ഈ ട്രെയിലറിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷോട്ടിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർ ഈ ഡ്രാഗൺസ് ഒക്കെ ഉപയോഗിച്ച് ആ ഒരു മാപ്പ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു ചെറിയ ന്യൂസ് പേപ്പർ കട്ടിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
അപ്പോൾ അതിനകത്ത് ആക്ച്വലി കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം ഹോക്കിൻസ് ടൗണിൽ നിന്ന് 100-ലധികം ആൾക്കാരെ കാണാതായിട്ടുണ്ട് അഥവാ മിസ്സിംഗ് ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് ആ ന്യൂസ് പേപ്പർ കട്ടിങ്ങിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ മേളിലായിട്ടും അവർ കൊടുത്തിട്ടുണ്ട്. അതൊരു എർത്ത് കേക്ക് കാരണം കൊണ്ട് എർത്ത് കേക്ക് വന്നതുകൊണ്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹോക്കിൻസിൽ സംഭവിച്ചതെന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ ഗവൺമെൻറ് ഹോക്കിൻസിലെ ആൾക്കാർക്ക് കൊടുത്തിട്ടുള്ള ഒരു മറുപടിയും. അപ്പോൾ അവരാണെങ്കിൽ ആ ഒരു വിഷയം വെളിയിലോട്ടൊന്നും അറിയാതെ അവർ കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ടാണ് അവരിപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സീൻ നോക്കുകയാണെങ്കിൽ ഇതും അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ നാൻസിനെ അതുപോലെ തന്നെ ജോനതനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവരാണെങ്കിൽ ഒരു റെഡ് കളർ ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവരുടെ അടുത്തുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മെൽറ്റായി പോയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ പിന്നീട് ട്രെയിലറിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഇവരാണെങ്കിൽ അപ്സൈഡ് ഡൗണിലാണുള്ളത്. അവിടുത്തെ ഹോക്കിൻസ് ലാബിലാണുള്ളത്. അതിനുശേഷം അവിടെ ഒരു വലിയ എക്സ്പ്ലോഷൻ പോലത്തുള്ളൊരു സംഭവം വരികയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് മേ ബി അത് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെഗ്ന തന്നെ എന്തെങ്കിലും ചെയ്തതായിരിക്കും. അപ്പോൾ നമ്മുടെ ഹോപ്പറിനെയൊക്കെ നമുക്ക് ആ ഒരു സീക്വൻസിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് അവർ വന്നതായിരിക്കും. പക്ഷേ വെഗ്ന അത് ചെയ്യുന്നതിൽ നിന്ന് അവർക്കത് തടയാൻ പറ്റാതെ അത് സംഭവിക്കുകയാണെന്ന് തന്നെ നമുക്കിപ്പോൾ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ പിന്നീട് വരുന്ന കുറച്ച് സീക്വൻസ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം കുറച്ച് പേടിപ്പെടുത്തുന്നതാണ്. അതായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് ക്യാരക്ടേഴ്സ് നാൻസി, ഡസ്റ്റിൻ പോലത്തുള്ള ക്യാരക്ടേഴ്സൊക്കെ കരയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പം മെയിൻ ക്യാരക്ടേഴ്സിൽ ആരെങ്കിലും മരിച്ചു പോയതാവാനായിട്ടാണ് ചാൻസ് കൂടുതൽ. ആരാന്ന് എന്തായാലും നമുക്കറിയത്തില്ല. പിന്നീട് നമുക്ക് നാൻസിനെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നാൻസി അവിടെ ഒരു M16 എടുത്തിട്ട് ആർമി ബേസിലുള്ള സോൾജേഴ്സിനെയൊക്കെ വെടിവെക്കുന്ന പോലെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഈ നാൻസിയും അതുപോലെ തന്നെ തോക്കുമായിട്ടുള്ള ആ ഒരു സീക്വൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ സീസൺ 4ൻ്റെ എൻഡിങ്ങിൽ ആ വെഗ്നേനെ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു സമയത്തും നാൻസി അത്യാവശ്യം ബാഡ് ആസ് തന്നെയായിരുന്നു ആ ഒരു ഷോട്ട് ഗൺ വെച്ചിട്ട്. അപ്പം ഗണ്ണും നാൻസിയും തമ്മിൽ അത്യാവശ്യം ചേരുന്നുണ്ടെന്ന് തന്നെ എനിക്ക് പേഴ്സണലി പറയാനായിട്ട് പറ്റും. അപ്പോൾ നാൻസി അവിടെ വന്നിട്ട് ആ സോൾജേഴ്സിനെയൊക്കെ വെടിവെക്കണമെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു മെയിനായിട്ടുള്ള റീസൺ കാണണമല്ലോ. അപ്പോൾ ആ റീസൺ എന്താണെന്ന് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. പിന്നീട് വരുന്ന ഷോട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ക്ലബ്ബിലുള്ള എല്ലാവരും മൊത്തത്തിൽ ഈ ഒരു അപ്സൈഡ് ഡൗണിൽ ഇങ്ങനെ നിൽക്കുന്ന കുറച്ച് വിൻ്റർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അപ്സൈഡ് ഡൗണിൽ നിൽക്കുന്ന ഒരു ഷോട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് വരുന്ന ഷോട്ടിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ആരോ മേളിൽ നിന്ന് ഇങ്ങനെ അപ്സൈഡ് ഡൗണിലേക്ക് വീഴുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നത് അത് വില്ല ആവാനായിട്ടാണ് ചാൻസ്. വില്ല അപ്സൈഡ് ഡൗണിലേക്ക് വരുന്ന ഒരു സീക്വൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റിയേക്കാം മിക്കവാറും സീസൺ 5. അപ്പോൾ അതിൻ്റെ ഒരു ഷോട്ടായിരിക്കും നമുക്കവിടെ ചിലപ്പം കാണാനായിട്ട് പറ്റിയത്. പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ മാക്സിനെ ലൂക്കസിനെയാണ് ഒരു ലിഫ്റ്റിൻ്റെ അകത്ത് വെച്ചിട്ട്. അപ്പോൾ അവരെ ചേസ് ചെയ്തിട്ട് ഒരു ഡെമോ ഡോഗും വരുന്നുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാക്സ് ആണെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുകയാണ്. അതുപോലെ അതേസമയം നമ്മുടെ ലൂക്കസിൻ്റെ കയ്യിലാണെങ്കിൽ ഒരു സ്റ്റീരിയോ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം മാക്സിനെ ചിലപ്പോൾ ഇല്ലേ പാട്ട് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത് കൊണ്ട് നടക്കുന്നത്. ചിലപ്പം അല്ലെങ്കിൽ ഡെമോ ഡോഗിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ആവും. അപ്പോൾ പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കംപ്ലീറ്റ് കെയോസ് തന്നെയാണ്. അവിടെ നമ്മുടെ ഡെമോഗോർഗൻസ് ഒക്കെ എല്ലാവരെയും അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നതൊക്കെ ആയിട്ടാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഈ ഒരു ഹോക്കിൻസിൻ്റെ ആ ലൈബ്രറി തന്നെയാണ് നടക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു സീനും നമ്മുടെ ഈ ഒരു ഹോക്കിൻസിൻ്റെ ലൈബ്രറീനെ ഒരു കീ ഫാക്ടറായിട്ട് സീസൺ 5ൻ്റെ ആക്കി മാറ്റാനായിട്ട് ഉള്ളൊരു ക്ലൂ ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജോയ്സും ഹോപ്പറും ആണെങ്കിൽ സീസൺ 1ൻ്റെ അകത്ത് നമ്മുടെ വില്ലിനെ തപ്പി ഈ ഒരു അപ്സൈഡ് ഡൗണിൽ പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് വില്ലിനെ എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അതും ഹോക്കിൻസിൻ്റെ ലൈബ്രറിയിൽ നിന്നാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഷോട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ജോയ്സും അതുപോലെ തന്നെ അവിടെയുള്ള കുട്ടികളൊക്കെ തന്നെ നമ്മുടെ വില്ലിനെ ആണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ വില്ലാണെങ്കിൽ അവിടെ ഒബിയസ്ലി അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഷോട്ടിനകത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സോൾജേഴ്സ് എല്ലാവരും കൂടെ തറയിൽ കിടക്കുന്ന ആരെയും ഇങ്ങനെ ഗാർഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എനിക്ക് മോസ്റ്റ് പ്രോബ്ലി അത് തോന്നുന്നത് അത് വില്ല് തന്നെ ആവാനായിട്ടാണ് ചാൻസ് കൂടുതൽ. നമ്മുടെ ഗവൺമെൻറ് വില്ലിനെ പിടിച്ചുകൊണ്ട് വന്ന് ക്വാറന്റൈനിലാക്കിയതാവാം. അപ്പോൾ പിന്നീട് ആ നാൻസി വെടിവെക്കുന്ന ഒരു സീക്വൻസിനെ പറ്റിയിട്ട് നോക്കുകയാണെങ്കിൽ അതും ഈ ഒരു ലാസ്റ്റ് ഉണ്ടാവുന്ന ഒരു കെയോസിൻ്റെ ഇടയ്ക്കുള്ള ഒരു സീക്വൻസ് ആവാനായിട്ട് തന്നെയാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ആ ഒരു എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ വില്ലിനെ അവിടെ പ്രൊട്ടക്ട് ചെയ്യാനായിരിക്കും നോക്കുന്നത്. അതിനുശേഷമാണ് അവിടേക്ക് നമ്മുടെ വെഗ്ന വരികയും അതിനുശേഷം എന്താ പിന്നെ ഞാനൊന്നും പറയണ്ടല്ലോ. അതായത് വെഗ്ന ഒരു കംപ്ലീറ്റ്ലി ഒരു ഡിസാസ്റ്റർ തന്നെ ക്രിയേറ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാം. അപ്പോൾ വെഗ്ന അവിടെ വന്നതിന് ശേഷം ഒത്തിരി ആൾക്കാർ കൊല്ലുന്നുണ്ട്. അതുപോലെ തന്നെ വെഗ്നയുടെ ഒരു അപ്ഗ്രേഡഡ് ആർമറും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്കവിടെ കാണാനും പറ്റുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം വെഗ്ന വില്ലിനെ ഇങ്ങനെ എടുത്തിട്ട് ഐ നീഡ് യു ഫോർ വൺ ലാസ്റ്റ് ടൈം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം വിച്ച് പ്രൂവ്സ് ഇതിന് മുന്നേ വെഗ്ന ആ ഒരു വില്ലിനെ ചൂസ് ചെയ്തതിൻ്റെ കാര്യമൊക്കെ തന്നെ നമുക്ക് ഇത് തന്നെ മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ട്രെയിലറിൽ കാണാനായിട്ട് പറ്റിയിട്ടുള്ള കുറച്ച് കീ ഫാക്ടേഴ്സ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ട്രെയിലർ കണ്ടതിന് ശേഷം എനിക്ക് അത്യാവശ്യം കുറച്ച് ഹൈപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം ആ ഒരു ട്രെയിലർ മേക്കിംഗ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ബാക്കി സീസണിൽ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം ഇത് കുറച്ചുകൂടെ അടിപൊളിയാവാനായിട്ടാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ നല്ല രീതിക്ക് വെയിറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ എത്ര പേര് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5ന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം മറക്കാതെ താഴെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അതുപോലെ ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ
ബൈ ഗൈസ്.